ഒരു ചെറിയ ഉച്ചമയക്കത്തിന് ശേഷം ഞാൻ എണ്ണീറ്റിട്ടുണ്ട്. കുഞ്ഞു ഉറക്കം അവളെ ഉറക്കി കിടത്തിയിട്ട് അടുക്കളയിലോട്ട് വന്ന് ചായ ഇടാൻ. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ആ തണുപ്പിൽ അങ്ങ് കിടന്നുറങ്ങാൻ തോന്നും. പക്ഷേ രാവിലെ പഴുത്തച്ചക്ക വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ വൈകിട്ട് ചായക്ക് ഇരിപ്പുണ്ട്. അതുള്ളത് കൊണ്ട് ഇങ്ങനെ കിടക്കാനും ഒരു മൈൻഡ് വരുന്നില്ല. പെട്ടെന്ന് തന്നെ ചായ ഇട്ടിട്ട് പഴുത്ത ചക്കയുടെ അടയും കൂട്ടി കഴിക്കാനുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കുഞ്ഞ് രാത്രി അധികം കരച്ചിലില്ല, അവൾ ഉറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തോ ഒത്തിരി ഉറക്കമുള്ള ചിരുന്നിരുന്നായിരിക്കും. അവളൊരു 2:30 ആകുമ്പോഴത്തേക്കിനും ഉറങ്ങും. എനിക്ക് 3:30 ആയാലും 4:30 ആയാലും ഉറക്കാൻ പറ്റും. പിന്നെ പകൽ കുറച്ച് നേരം കിടന്നുറങ്ങും. ഉറങ്ങുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ രാത്രി ഉറക്കം വരാത്തത്. അതല്ലെങ്കിലും അങ്ങനെ കുഞ്ഞുറങ്ങുന്ന സമയം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് അവൾ ഭയങ്കര കരച്ചിലും. ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലയോ. കുറേ നാൾ മാങ്ങയായിരുന്നു. മാങ്ങ ജ്യൂസ്, മാങ്ങ അച്ചാർ, മാങ്ങ പുളിശ്ശേരി. ഇപ്പം ചക്കയായിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ ചക്കയൊക്കെ ഉണ്ടോ? ഒരാൾ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുക. കാരണം അവളുടെ ബെഡിലല്ല കിടത്തിയേക്കുന്നത്, നോർമൽ താഴെ നമ്മുടെ ബെഡിലാണ് കിടത്തിയേക്കുന്നത്. അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വലിച്ച് മുഖത്തിടുമെന്നിട്ട് ടെൻഷൻ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖം കാണിക്കണ്ട, അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്കിന് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സൂക്ഷം അവളെ എണ്ണിട്ട് നോക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചിണുങ്ങി. പിന്നെ ഞാൻ അവളെ എടുത്ത് ഉറക്കത്തിൻ്റെ മൈൻഡ് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. പുള്ളിക്കാരിക്ക് ഉറങ്ങാൻ വേണം. പിന്നെ പാലൊന്നും കുടിച്ചില്ല, അങ്ങ് ഉറങ്ങി. ഞാൻ പിന്നെ കയ്യിലെടുത്ത് വെച്ച് ഇരുന്നപ്പോൾ തന്നെ അവൾ ഉറങ്ങി. ചില സമയത്ത് ഭയങ്കര വാശിയായി, എന്തോ ഭയങ്കര ദേഷ്യവും വാശിയും എല്ലാം അവൾക്ക്. ഞാനിപ്പോൾ ഈ വോയിസ് ചെയ്യുമ്പോഴും അവൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൾ എത്ര നേരം വേണമെങ്കിലും കിടക്കും. കൈയിൽ നിന്ന് അങ്ങോട്ട് താഴെ അങ്ങോട്ട് കഴിഞ്ഞാൽ താഴോട്ട് അവളെ കിടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ കുഞ്ഞാൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.